മാധ്യമം പത്രം എഡ്യു കഫേ എന്ന പേരിൽ ടീനേജേഴ്സിന്, കുട്ടികൾക്ക് അവരുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു കൃത്യമായ വഴികാട്ടിയാകുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണിത്. എൻ്റെയൊക്കെ പ്രായമുള്ള രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ആശയക്കുഴപ്പങ്ങളുടെ ഒരാവശ്യമില്ലായിരുന്നു. മുന്നിലുള്ള വഴികൾ വളരെ പരിമിതമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ കൂടി എൻ്റെ പ്രായത്തിലുള്ള ഒരു രക്ഷകർത്താവുമായിരുന്ന് സംസാരിക്കുകയായിരുന്നു. നമ്മളൊക്കെ വളർന്നു വന്ന കാലത്ത് നിങ്ങളൊക്കെ ആകുന്ന കുട്ടികൾക്ക് ലഭിച്ച പ്രത്യേകിച്ച് പരിഗണനകളൊന്നും കിട്ടാതെ അങ്ങനെ അങ്ങ് വളർന്നു വന്നവരാണ്. കല്യാണ വീട്ടിൽ ചെന്നാൽ എല്ലാവരുടെയും കൂടെ ആഹാരം കഴിക്കാൻ കയറാൻ പറ്റില്ല. അത് തടയാൻ വേണ്ടി പ്രത്യേകം ഒരു കുട്ടി പോലീസിനെ വാതിലിൽ നിയോഗിച്ചിട്ടുണ്ടാവും. പള്ളിയിൽ പോയാൽ എല്ലാവരും നിസ്കരിക്കുന്ന സ്ഥലത്തെല്ലാം പ്രത്യേകം കുട്ടികൾക്ക് വേറെ സ്ഥലമുണ്ടാവും. വിനോദസഞ്ചാരങ്ങളെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഈ കുടുംബങ്ങളുടെ ഒരു കേന്ദ്രബിന്ദു ആയിരുന്നില്ല ഞങ്ങളുടെ ബാല്യവും കൗമാരവുമൊക്കെ. ഇന്ന് നിങ്ങളങ്ങനെയല്ല. നിങ്ങൾ ഒരുപാട് കുടുംബങ്ങളുടെ, മനുഷ്യരുടെ, സമൂഹത്തിൻ്റെയൊക്കെ പ്രതീക്ഷയാണ്. ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ലിമിറ്റഡ് ഇൻഫർമേഷനേക്കാൾ വലിയ അപകടമാണ് ഈ ഇൻഫർമേഷൻ ഓവർലോഡ്. നമ്മൾ സാധാരണ തുണിയെടുക്കാൻ പോകുമ്പോൾ ചെറിയൊരു കടയിൽ പോയി അവിടെയുള്ള നിന്ന് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ സങ്കീർണമാണ് ഒരുപാട് വെറൈറ്റീസ് ഉള്ള കടയിൽ പോയാൽ എടുക്കാനായിട്ട്. ഒരുപാട് സമയം നമ്മളവിടെ ചിലവഴിച്ച് വലിയ പാടുപെട്ട് പ്രയാസപ്പെട്ട് ഏറ്റവും കൊള്ളാത്തത് ചിലപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വരും. അത്രയും നമ്മളങ്ങ് ടയർഡായി പോകും. ഇപ്പോഴുള്ള ഒരവസ്ഥയും അതുതന്നെയാണ്. അവസരങ്ങൾ, സാധ്യതകൾ, അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളൊക്കെയും അതൊരു ബാഹുല്യം നിറഞ്ഞ സംഗതി ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൻ്റെ സംഘാടകരെ ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരമൊരു പരിപാടി കൊല്ലത്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഗുണകരമാംവിധം, രക്ഷകർത്താക്കൾക്ക് ഗുണകരമാംവിധം സംഘടിപ്പിച്ചതിന്. എൻ്റെ ടോപ്പിക്ക് പേരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കണമെന്നാണ് സംഘാടകർ പറഞ്ഞത്. പക്ഷേ പേരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികൾ കൂടി ഉള്ള ഒരു സദസ്സിലാണ് പേരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ സാധാരണ ഈ ബാറ് നടത്തുന്ന ആളുകളെയും മദ്യനിരോധന സംഘടനക്കാരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കുന്നത് പോലെയാണ് കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഒരുമിച്ചിരുത്തി പേരൻറ്റിങ്ങിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. കാരണം പല കാര്യങ്ങളും പല വിഷയങ്ങളും നമുക്ക് ഒരുമിച്ച് പറയാനാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമുഖമായി ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ വിജയിച്ചവരാണ്. വിജയം അത് വളരെ സന്തോഷകരമായ സംഗതിയാണ്, സംഗതിയാണ്. മനസ്സിനാകെ വീട്ടുകാർക്കും ബന്ധുക്കാർക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സംഗതിയുമാണ്. ഈ വിജയം എന്ന് പറയുന്ന വാക്ക് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതിയാൽ, അല്ലെങ്കിൽ വിജയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. വിജയം അഹങ്കാരമല്ല, വിജയം അതിരുവിട്ട സ്വാതന്ത്ര്യമല്ല, വിജയം അതിൻ്റെ അഭിമാനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ സ്ഥായിയിൽ നമ്മെ മറന്നുപോകുന്ന, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോകുന്ന ഒരു സമ്മാനവുമല്ല. എന്നാൽ വിജയിച്ചതിൽ അഭിമാനിക്കണം. ആ കഠിനാധ്വാനത്തിൽ നമ്മൾ ആനന്ദിക്കുന്നവരാകണം. എനിക്കത് കഴിഞ്ഞു എന്ന് പറയുന്ന ഏറ്റവും വലിയ സെൽഫ് കോൺഫിഡൻസും സെൽഫ് ട്രസ്റ്റും ഒക്കെ ഉണ്ടാകുകയും വേണം. ഈ വിജയത്തെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ, വിജയത്തെ ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. വിജയമെന്നാൽ വി പ്ലസ് ജയം. വി എന്ന് പറയുന്നത് WE പ്ലസ് ജയം. അതാണ് വിജയമെന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് കോറിയിട്ട് വെച്ചേക്കുക, ഹൃദയത്തിലൊന്ന് കരുതി വെച്ചേക്കുക. വി എന്ന് വെച്ചാൽ നമ്മൾ ജയിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കുന്നു.
ഇവിടെ ഒരാളിൻ്റെ മാത്രം ഞാൻ ഏതെങ്കിലും ഒരു സംഗതിയിൽ ജയിച്ചാൽ അത് എൻ്റെ കഴിവും മിടുക്കും കൊണ്ട് മാത്രമാണ് ജയിച്ചത് എന്ന് എപ്പോഴെങ്കിലും വിശ്വസിച്ചു പോയാൽ ആ വിശ്വാസം തുടങ്ങുന്നത് മുതൽ നമ്മൾ പരാജയപ്പെട്ടു തുടങ്ങുകയാണ്. വിജയമെന്നാൽ WE+ ജയം അഥവാ നമ്മൾ ഒന്നായി ജയിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒന്നായി ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ നമ്മൾ? ഞാൻ സാധാരണ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നോ വായിച്ച വിവരങ്ങളല്ല നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എൻ്റെ അനുഭവങ്ങളിലൂടെയും എൻ്റെ ചിന്തയിലൂടെയും ഞാൻ നോക്കിക്കണ്ട രക്ഷകർത്താക്കളുടെയും എൻ്റെ മുന്നിലെത്തിയ കൗൺസിലിങ്ങിനെത്തിയ കുട്ടികളുടെയും ഒക്കെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ നേരിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. രണ്ട് തരം വായനയുണ്ട്. ഒന്ന് അക്ഷരവായന, മറ്റൊന്ന് അനുഭവ വായന. അക്ഷരവായന നമ്മളൊക്കെ നടത്താറുണ്ട്. പുസ്തകങ്ങൾ വാങ്ങി നമ്മൾ വായിക്കാറുണ്ട്, കഥയോടൊപ്പം സഞ്ചരിക്കാറുണ്ട്, കരയാറുണ്ട്, ചിരിക്കാറുണ്ട്. എന്നാൽ അക്ഷരവായനയേക്കാൾ തീക്ഷ്ണമായ ഒരു വായനയാണ് അനുഭവ വായന. ഈ അനുഭവ വായന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നേരിട്ടുള്ള ജീവിതത്തിൽ നിന്നും, അവൻ കടന്നുപോയ വഴികളിൽ നിന്നും, അവൻ അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്നും, അവൻ അനുഭവിച്ച തിരിച്ചടികളിൽ നിന്നും ഓരോ പടവുകൾ ചവിട്ടിക്കയറിയതാണ് അനുഭവ വായന. ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് പ്രധാനമായുമുള്ള ഡെഫിഷ്യൻസികളിൽ ഒന്ന് ഈ അനുഭവ വായനയുടെ അഭാവമാണ്. അക്ഷരവായന ധാരാളമുണ്ട്, അറിവ് ധാരാളമുണ്ട്. എന്നാൽ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള രക്ഷകർത്താക്കളെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ കുറച്ചുകൂടി പ്രായമുള്ള ആളുകളെപ്പോലെ അനുഭവ വായനയുടെ കരുത്തെടുത്ത് നോക്കുമ്പോൾ അത് തീരെ കുറവാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അനുഭവ വായന എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാവരും കൂടി ഒരു പെരവാസ്തോലിക്ക് പോകുന്നു. പണ്ട് കൃത്യമായി പറഞ്ഞാൽ 10-35 വർഷങ്ങൾക്ക് മുമ്പ് നല്ല ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാനിട്ടിരുന്ന ഉടുപ്പിൻ്റെ അതേ നിറത്തിൽ ആ പെരവാസ്തോലി വീടിൻ്റെ കർട്ടൻ തയ്പ്പിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ ഉടുപ്പും കർട്ടനും തമ്മിൽ നല്ല മാച്ചിങ് ആണ്. ഇപ്പോഴത്തെ ഒരു കുട്ടി എന്തു ചെയ്യും? ആ ഉടുപ്പ് വേണേൽ വലിച്ചു കീറി കളയും. വാപ്പായും ഉമ്മായും ഒരുപാട് പറയും. ഇനി മേലാ മാമാടെ വീട്ടിലേക്ക് ഞാൻ വരത്തില്ലെന്ന് പറയും. ഇനി എന്നെ ഒരു സ്ഥലത്തും വിളിച്ചേക്കരുതെന്ന് പറയും. അന്നത്തെ ഞാൻ എന്താ ചെയ്യുന്നത്? സന്തോഷപൂർവ്വം പുതിയതാണല്ലോ, എൻ്റെ കൂട്ട് തന്നെ കർട്ടനും ഇരിക്കട്ടെ, സന്തോഷമായിട്ട് ഒരു ഭാവഭേദവും ഇല്ലാതെ ഉള്ളിലെ സങ്കടം ഉള്ളിലൊതുക്കി അങ്ങനെ കഴിഞ്ഞു. അത് തീരുന്നത് വരെ അവിടെ നിന്നു. ശബ്ദം ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പം ചില രക്ഷകർത്താക്കളൊക്കെ ഏതെങ്കിലും ചടങ്ങിന് വരുമ്പോൾ എന്തേ പെട്ടെന്ന് അങ്ങ് പോകുന്നതെന്ന് ചോദിച്ചാൽ മോൾക്ക് ഇവിടുത്തെ ചൂട് പറ്റുന്നില്ല, മോൻ വിയർത്തൊലിക്കുന്നു. അന്ന് അങ്ങനെയൊന്നും മിണ്ടാൻ പറ്റൂല. അവിടെ അനുഭവിച്ച ഒരു അനുഭവ വായനയുണ്ട്. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളി കാണാൻ ഓരോ വീട്ടിൽ പോയി നിൽക്കും. ബന്ധുവീടുകളിലായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വാതിലിൽ ഇങ്ങനെ തട്ടും അകത്തേക്കൊന്നിരിക്കാൻ. വന്ന് തുറക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും. നമ്മളെ മൊത്തം ഒന്ന് നോക്കും. മുട്ടിന് താഴെയുള്ള ഒരു നിക്കറാണ്. നിക്കറെന്നോ പാവാടയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോഴത്തെ കൂട്ട് ബ്രാൻഡൊന്നുമല്ല. അവർ കതവങ്ങ് കുറ്റിയിടും. നമ്മൾ ജനലിൽ പിടിച്ചുകൊണ്ട് നിന്ന് കാണും. അനുഭവമാണ് നമുക്കിഷ്ടപ്പെട്ട പലതും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അക്ഷരവായനയേക്കാൾ അനുഭവ വായനയുടെ ചൂടറിയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയമെന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുകയും അത് കൂടുതൽ മനോഹരമായി ആസ്വദിക്കാനും കഴിയുമെന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം. എൻ്റെ പോയിന്റിലേക്ക് വന്നാൽ, ജയം ആരാണ് ജയിക്കുന്നത്? ഒന്ന് നിങ്ങളാണ്, ഒരു തർക്കവുമില്ല. വിജയത്തിൻ്റെ ഫോക്കസ് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കഠിനാധ്വാനമുണ്ട്, നിങ്ങളുടെ കഷ്ടപ്പാടുണ്ട്, നിങ്ങൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കുന്നതുണ്ട്, അതിനനുഭവിച്ച സമ്മർദ്ദമുണ്ട്. അതൊന്നാമത്തേത്. രണ്ടാമത്തേത്, ആ വിയിൽ ദൈവമുണ്ട്, ഉടയതമ്പുരാൻ. ജീവിതത്തിൽ ഏത് യാത്രയിലും, പ്രത്യേകിച്ച് ഞാനിപ്പോൾ പുതിയ ഒരുപാട് പഠിക്കുന്ന കുട്ടികളുടെ കാലഘട്ടത്തിൽ ഒരു ഫാഷൻ പോലെയാണ് ദൈവത്തെ തള്ളിപ്പറയുക, ദൈവത്തെ നിഷേധിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നതും ഉൾക്കൊള്ളുന്നതും വിദ്വേഷത്തിന് വേണ്ടിയല്ല, വേറൊരു മതക്കാരൻ മോശമാണെന്ന് പറയാനല്ല, എൻ്റെ മതമാണ് ഏറ്റവും ഉജ്ജ്വലമെന്ന് എന്തെങ്കിലും അഹങ്കാര മനോഭാവത്തോടെ ഉൾക്കൊള്ളാനുമല്ല. മറിച്ച് നന്ദിയുള്ള ഒരു മനുഷ്യനായി തീരാൻ, വിനയഭാവമുള്ള ഒരു മനുഷ്യനായി തീരാൻ, ആ വിനയഭാവമുള്ള മനുഷ്യനായി തീരണമെങ്കിൽ
നമ്മുടെ വിജയത്തിൽ ഉടയതമ്പുരാനുണ്ട്, ദൈവമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം വേണം. ദൈവമില്ലാതെ എങ്ങനെ സാധ്യമാവും? നീറ്റ് പരീക്ഷ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇപ്പോൾ കേരളത്തിൽ 2 തരം മാനസിക രോഗം കൂടി പുതിയതായിട്ടുണ്ടായിട്ടുണ്ട്. നീറ്റോ മാനിയായും നീറ്റോ ഫോബിയായും. അത് രക്ഷകർത്താക്കൾക്കുണ്ട്. നീറ്റെന്ന് പറഞ്ഞാൽ ഒരുതരം നീറ്റൽ പോലെ ആയിട്ടുണ്ട്. നീറ്റൽ. അത് കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത വിറയലും വിഷമവും സങ്കടവുമൊക്കെ. പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ എവിടെങ്കിലും കൊണ്ട് വിടുന്നു, ടി സി വാങ്ങിക്കാൻ വാപ്പ വരുന്നത് തന്നെ പള്ളിക്കൂടത്തിലുള്ളവർ നിർബന്ധിക്കുന്നുണ്ട്, ആ വാപ്പാടെ കയ്യിലേ കൊടുക്കത്തോളെന്നാണ്. അല്ലെങ്കിൽ നമ്മളിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോരുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എത്രയോ കുട്ടികൾ പരീക്ഷാ ഹാളിൽ ചെന്ന് കുഴഞ്ഞു വീഴുന്നവരുണ്ട്, ഛർദ്ദിക്കുന്നവരുണ്ട്, പരീക്ഷ എഴുതാനിരിക്കുമ്പം മറിഞ്ഞു വീണ് കൈയൊടിയുന്നവരുണ്ട്, രോഗം വന്നു പോകുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിജയത്തിൻ്റെ ഓരോ വഴിയിലും ആ വിജയത്തിൻ്റെ വഴികാട്ടിയായി ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിനയഭാവത്തെ, നിങ്ങളുടെ നന്ദിയെ, നിങ്ങൾക്ക് ഈ മനോഹരമായ ജീവിതം തന്ന, ഈ ചുറ്റുപാട് തന്ന, നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയെടുക്കുമ്പോൾ ആ ഹോട്ടലിലെ മുറി എങ്ങനെ മനോഹരമായി സന്നിവേശിപ്പിച്ചിട്ടുണ്ടോ, ആ സന്നിവേശിപ്പിച്ചിരിക്കുന്ന മുറിയെപ്പോലെ മനോഹരമായി ഈ പ്രപഞ്ചത്തിൽ വായുവും വെള്ളവും ആകാശവും കാലങ്ങളും പുഴയും നദിയും കടലും ഒക്കെ തന്ന ഒരു ദൈവമുണ്ടെന്ന ശക്തിയുടെ വിശ്വാസത്തിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഇത് രക്ഷകർത്താവിനും ആവശ്യമാണ്, കുട്ടിക്കും ആവശ്യമാണ്. ചില രക്ഷകർത്താക്കൾക്ക് മോൾ MBBS കഴിഞ്ഞാൽ പിന്നെ വാപ്പാന്ന് വിളിക്കരുത്, പപ്പാന്ന് വിളിക്കണമെന്ന് പറയുന്നവരുണ്ട്. ചില രക്ഷകർത്താക്കൾക്ക് മോൾ MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ താഴെ കൊടുന്നുമല്ല നടക്കുന്ന, ഏതോ അന്തരീക്ഷത്തിൽ കൂടാണ്. MBBSന് റാങ്ക് കിട്ടാത്ത കുട്ടിയുടെ ഉമ്മയോട് നിങ്ങളാരും വെളുപ്പിനെ എഴുന്നേക്കത്തില്ലായിരുന്നോ? ഞങ്ങൾ മോളെ 3 മണിക്ക് വിളിക്കുമായിരുന്നു, എന്നിട്ട് പാൽ അരിച്ചു കൊടുക്കുമായിരുന്നു, പാലിനകത്ത് ബദാം പരിപ്പ് കലക്കി കൊടുക്കുമായിരുന്നു, എൻ്റെ കുഞ്ഞിനത് നിപ്പിളിൽ വായിലേക്ക് വാപ്പ വെച്ചു കൊടുക്കുമായിരുന്നു, ഉമ്മ പുറം തലോടി കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ കുറേ ന്യായം പറയുന്നവരുണ്ട്. ഈ വിജയിച്ചവരുടെ കഥ കേൾക്കാൻ ഒരുപാട് ആളുണ്ട്, അറിയോ? ഏതെങ്കിലും പാവപ്പെട്ടവനൊരു കടത്തിണ്ണയിലിരുന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സിദ്ധാന്തം പറഞ്ഞാലും ആരും കേൾക്കാനുണ്ടാവില്ല. പക്ഷേ ബോച്ച പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. എന്താ കാര്യം? ബോച്ചയുടെ കയ്യിൽ കുറച്ച് മുതലും വകയുണ്ട്. ഇതേ സോക്കേട് നമ്മുടെ രക്ഷകർത്താക്കൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജയിക്കുന്നവർ, നിങ്ങൾ നാളെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് പോകുമ്പോൾ, അസർബൈജാനിൽ പോകുമ്പോൾ, അമേരിക്കയിൽ പോകുമ്പോൾ, ഞങ്ങളാരും പോയ പോലല്ല പോകാൻ പോകുന്നത്. വിവിധ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങളുടെ വിജയത്തിൽ ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട്, ആ ദൈവത്തിൻ്റെ സംഭാവനയുണ്ട്, ആ അദൃശ്യമായ ഒരു ശക്തിയുണ്ടെന്നുള്ള ബോധം നിങ്ങളെ വിനയമാക്കണം. വിജയത്തിൽ ഒരു ഘടകമാണ്. രണ്ടാമത്തെ വിജയത്തിൽ, ആ വിയിൽ നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ കഠിനാധ്വാനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. നിങ്ങളുടെ അഭിമാനം അവരുടെ അഭിമാനമാണ്. ഒരു കുടുംബത്തെ തകർക്കാൻ, ഒരു മാതാവിനെയും പിതാവിനെയും തകർക്കാൻ, തോൽപ്പിക്കാൻ ഇന്ന് വേഗം കഴിയുന്നത് ശത്രുവായ ഒരു കൊച്ചാപ്പായിക്കല്ല, ശത്രുവായ ഒരു മൂത്താപ്പായിക്കുമല്ല, നാത്തൂനുമല്ല, അപ്പച്ചിക്കുമല്ല. അതിന് കഴിയുന്നത് മക്കൾക്കാണ്. അവർ വിചാരിച്ചാൽ ഇതിൻ്റെ അഭിമാനം മുഴുവൻ തകരും, ജീവിതം മുഴുവൻ മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോവും. ഞാൻ വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ആരായിരുന്നാലും, അവരുടെ രൂപം എന്തായിരുന്നാലും, അവരുടെ വിദ്യാഭ്യാസം എന്തായിരുന്നാലും, നിങ്ങളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അമ്മയും അച്ഛനും വാപ്പയും ഉമ്മയും നിങ്ങളോട് തർക്കിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവർക്ക് എൻ്റെ അത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ല, എൻ്റെ അത്രയൊന്നും കഴിവില്ല. ശരിയായിരിക്കും, കുറച്ച് കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾക്കിന്ന് ലഭിക്കുന്ന പരിഗണനയുടെ പകുതി ഒരു കാലത്ത് ഈ മാതാപിതാക്കൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അവരൊക്കെ ഇതിൻ്റെ എത്രയോ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിൽ ഈ പറയുന്ന മാതാപിതാക്കളുണ്ട്. പിന്നെ മൂന്നാമതായി, നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ ആദ്യാക്ഷരം പഠിപ്പിച്ചത് മുതൽ അവസാനം വരെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. ഞാൻ പറയുന്നത്, വിജയിക്കുന്ന ഒരാൾ അഹങ്കാരം കൊണ്ടോ അമിതാഹ്ലാദം കൊണ്ടോ തുള്ളിച്ചാടുകയല്ല വേണ്ടത്. മറിച്ച് വളരെ സ്വസ്ഥമായി ഈ വിജയത്തിന് അടിസ്ഥാനമായത് എന്താണെന്നുള്ളതും അതിൽ കൂടുതൽ വിനയാന്വിതമാവുകയാണ് വേണ്ടത്. നിങ്ങളുടെ അധ്യാപകരുണ്ട്. ഹരിശ്രീ പഠിപ്പിച്ചത് മുതൽ നിങ്ങളുടെ പ്രീ ഡിഗ്രി വരെ പഠിപ്പിച്ച അധ്യാപകർ, അവരും നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ നിങ്ങളുടെ ഒരു അവകാശി, എപ്പോഴും ഹൃദയത്തിൽ ഓർത്തിരിക്കുക, സൊസൈറ്റി അറ്റ് ലാർജ്, ഒരു സമൂഹം മുഴുവനുണ്ട്. നിങ്ങളൊരിക്കൽ പോലും
നിങ്ങൾ ഈ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് നികുതി അടച്ചവർ, അതുപോലെ തന്നെ നിങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടി നാളെ കാത്തു നിൽക്കുന്ന, ഒരുപക്ഷെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച, ഒരുപക്ഷെ അത്രമേൽ വലിയ തിളക്കവും പിളക്കവും പണവുമൊന്നുമില്ലാത്ത ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. ആ പാവപ്പെട്ടവർക്ക് കൂടി വേണ്ടിയാണ് നിങ്ങൾ ജയിച്ചത് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. ഇപ്പം മാത്രമല്ല, പഠിച്ച് ഡോക്ടർ ആവുമ്പോഴും എഞ്ചിനീയർ ആവുമ്പോഴും സർവീസിൽ കയറുമ്പോഴും ഒക്കെ വേണം. ഞാനിത് പറയാൻ കാരണം, ഞാനും ഒരു സർക്കാർ ജീവനക്കാരനാണ്. എൻ്റെ മുന്നിൽ VIP വന്നാൽ ഞാൻ എഴുന്നേറ്റ് കസേര എടുത്ത് തലവച്ചിൽ വെച്ചുകൊണ്ട് നിൽക്കും. ഏതെങ്കിലും പാവപ്പെട്ടവൻ വന്നാൽ എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു പുച്ഛഭാവം വരുന്നുവെങ്കിൽ നിങ്ങൾ വിജയിച്ചവരല്ല, നിങ്ങൾ പരാജയപ്പെട്ടവരാണ്. ഞാൻ കയർഫെഡിൻ്റെ MD ആയിരിക്കെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരാൾ പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് ചാടി കയറി വരുന്നു. ഡോറ് തുറക്കുന്നു. തുറന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നീ വലിയ കൂടിയ ആളാണല്ലോ, പാൻറ് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നീ ഇരിക്കുന്നല്ലോ, നീ വലിയ മിടുക്കനാണല്ലോ, ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ട് എൻ്റെ ആനുകൂല്യം കിട്ടാതെ എൻ്റെ ഒരു മകൾ ആത്മഹത്യ ചെയ്തു, എൻ്റെ ഭാര്യ രോഗിയാ, നീ എന്തോ ഇത്രയും കൂടുതൽ പറയാനും എഴുതാനും എന്ന് എൻ്റെ മുറിയിൽ കയറി ചോദിച്ചു. സത്യത്തിൽ എനിക്ക് പെട്ടെന്ന്, ഞാൻ ആദ്യമായി ചെല്ലുന്നൊരു MD ആണ്, എനിക്കിതിൻ്റെ മുൻകാല ചരിത്രങ്ങളൊന്നും അറിയില്ല, ഒരു പോളിഷ്നെസ്സും ഇല്ലാത്ത വളരെ പരുക്കൻ ഭാവത്തിലാണ് പറയുന്നത്. എൻ്റെ മനസ്സിൽ അയാൾ ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ നിന്ന് ഒരു 60 വയസ്സെങ്കിലുമുള്ള മനുഷ്യൻ കരഞ്ഞിട്ടിറങ്ങിപ്പോയി. ഞാൻ അന്ന് തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ സബോർഡിനേറ്റ് സ്റ്റാഫിനെ എല്ലാം വിളിച്ച് ഞാൻ ആ ഫയലെല്ലാം എടുപ്പിച്ചു. പഠിച്ചപ്പോൾ എന്താ, അയാൾ സർവീസിൽ നിന്ന് റിട്ടയറായി ഏതോ കയർ സംഘത്തിൽ ജോലി ചെയ്ത വകയിൽ ചെറിയൊരു ക്രമക്കേടിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അയാളുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യം കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുക. ഒന്നുമില്ലതിൽ. ആരെങ്കിലും ഒരാൾ അതിനകത്ത് ധൈര്യപൂർവ്വം ഒന്ന് എഴുതിയാൽ മതി. പക്ഷേ ഈ മുഖമില്ലാത്തവനും ശബ്ദമില്ലാത്തവനുമായിട്ടുള്ള ആളുകൾ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഹങ്കാരവും അത്തരം കാര്യങ്ങളും കൂടും. ഏതായാലും അയാൾക്ക് ഞാൻ അന്ന് തന്നെ കാശ് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വിജയത്തിൽ ഈ പറയുന്നത് പോലെ ഈ പാവപ്പെട്ടവരുമുണ്ട് എന്നുള്ള ചിന്ത അതെപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവണം. അതാണ് വിജയത്തിൻ്റെ എൻ്റെ ഡെഫിനിഷൻ. ഒരാൾ മാത്രമല്ല ജയിക്കുന്നത്. ഞാനിത് പറഞ്ഞത്, നിങ്ങൾ നാളെ ഡോക്ടറായൊക്കെ ഇരിക്കുമ്പോഴല്ലോ, ഈ സമൂഹമായിട്ടൊരു ബന്ധവുമില്ല, ആരെയും കണ്ടിട്ടില്ല, ആരുമായിട്ടൊരു അടുപ്പവുമില്ല, അത്തരത്തിലായി പോകരുത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ സ്വന്തം കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അടിമുടി അവനെ ഒന്ന് നോക്കുമ്പോൾ അവനൊരു ഗതികേടുമില്ലാത്തവനാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് 250 രൂപ നിങ്ങൾ വാങ്ങരുത്. 10-100 രൂപ അവൻ അങ്ങോട്ട് കൊടുക്കണം. അത് ഉപേക്ഷിക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ മേൽ ഈ സൃഷ്ടിച്ച സൃഷ്ടാവും ഈ പ്രപഞ്ചവും എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? എന്ത് നേടാനാണ്? ഞാൻ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോടും ഈ മക്കളോടും ഒക്കെ ചോദിക്കുക, 2 ഡേറ്റയേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തിൽ. 2 മേൽവിലാസമേ ഉള്ളൂ സ്ഥിരമായുള്ളത്. ബാക്കി മേൽവിലാസമെല്ലാം താൽക്കാലികമാണ്. ഡോക്ടർ അനിൽ മുഹമ്മദ് MSW ഒരു കുന്തവും ഇല്ല. ഞാൻ മരിച്ചെന്നറിയുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്നത്, ഡോക്ടർ അനിൽ മുഹമ്മദ് MSWനെ എപ്പോൾ കുളിപ്പിക്കും? ഡോക്ടർ അനിൽ മുഹമ്മദ് MSWനെ എപ്പോൾ ഇവിടെ കട്ടിലേക്ക് കിടത്തും? ഒന്നുമില്ല. ഡെഡ് ബോഡി, മയ്യത്ത്, മൃതദേഹം, ഇതാണ് നമ്മുടെ മേൽവിലാസം. ആകെ 2 മേൽവിലാസമേ ഉള്ളൂ ശാശ്വതമായിട്ടുള്ളത്: ജനിച്ചവൻ, പരേതൻ. ഇത് 2 ഉള്ളൂ, വേറൊന്നുമില്ല. ചില ഓഫീസർമാരൊക്കെ ചില ഓഫീസിൽ ഇരിക്കുമ്പോൾ രജിസ്ട്രാർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ഓഫ് തേങ്ങാക്കൊല. എന്ത് തേങ്ങാക്കൊല? മെയ് 31 ആകുമ്പോൾ ഇറങ്ങി ഇവിടുന്ന് അങ്ങ് പോകുമ്പം പിന്നെ ആ ഓഫീസിൽ പോലും കയറാനൊക്കത്തില്ല. മാന്യമായി കൂടുള്ളവരോട് പെരുമാറാതിരിക്കുകയെ അഴിമതിക്കാരനുമാണെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും അവിടെ വന്നാൽ കൂടെ ജോലി ചെയ്തോ കസേര എടുത്തെറിയും. എന്ത് പോസ്റ്റ്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ അത്തരത്തിലുള്ള മനുഷ്യത്വമുള്ള മക്കളെ വളർത്തിയെടുക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കണം. അവർ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ആരും ആകട്ടെ, അവരതിനെ ഒന്നും ആകാതിരിക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഇത്തരത്തിലുള്ള വിജയത്തെ അങ്ങനെ വ്യാഖ്യാനിച്ച് നല്ല മനുഷ്യരായി മാറാൻ ശ്രമിക്കണം. 2ാമത്തെ പോയിന്റ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മനോഭാവത്തെക്കുറിച്ചാണ്. വിജയിച്ചവരുടെ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു കാര്യത്തിലൊന്നാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് നന്നായാൽ ബാക്കി ഒന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ മനുഷ്യൻ്റെ ആകെ ജീവിതം 3 കാര്യങ്ങളാണ്. ക്യാപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നോളജ്, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടീസ്. നോളജ്, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടീസ്. അറിവ്, മനോഭാവം, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മനുഷ്യൻ്റെ പ്രവൃത്തി. ഇത് 3ഉം പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആറ്റിറ്റ്യൂഡ്, മനോഭാവം. മനോഭാവം നല്ലതാണോ, ഒരാൾ വിജയിച്ചു.
മനോഭാവം മോശമാണോ? ഒരാൾ പരാജയപ്പെട്ടു. നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനിത് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വലിയ ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ പോകുന്നു, വലിയ സമ്പന്നരായ ഒരാളിനെ കാണാൻ പോകുന്നു, ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ കാണാൻ പോകുമ്പോൾ അറിവ് നമുക്കിന്നൊരു പ്രശ്നമല്ല. അറിവ് ഏത് മാർഗത്തിലും കണ്ടുപിടിക്കാം. ചാറ്റ് GPT അടിച്ചു കൊടുത്താൽ മതി, അനിൽ മുഹമ്മദ് ജീവിച്ചിരിക്കുന്നോ? ചാറ്റ് GPT നമ്മളോട് പറയും ഇന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു, 2 കാലുണ്ട്, 2 കൈയുണ്ട്, ഇതെല്ലാം പറയും. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇനി ഇതൊന്നും അല്ലെങ്കിലോ, നല്ല ആളുകളെ ജോലിക്ക് വെച്ചാൽ അറിവുള്ള ആളുകളെ കിട്ടും. ഇപ്പോൾ ഒരു ആശുപത്രി നടത്തുന്ന ഒരു ആശുപത്രിയുടെ ഓണർ, അയാൾ എല്ലാ രോഗങ്ങളെയും പഠിച്ചിട്ടല്ല ഒരു മികച്ച ആശുപത്രി ഉണ്ടാക്കിയത്. ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെ MD ആയിരിക്കുന്ന ആൾ, അയാൾ എല്ലാത്തിനെക്കുറിച്ചും പഠിച്ചിട്ടല്ല അയാളൊരു നല്ല CEO ആയി മാറുന്നത്. നിങ്ങളൊരു ഡോക്ടറായെന്നിരിക്കട്ടെ, ആ ഡോക്ടറാവുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടല്ല ഡോക്ടറാവുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു രോഗി നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സീനിയർ ആളുകളോട് ചോദിക്കും, അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ചോദിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരെ വിളിച്ച് ചോദിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും കണ്ടുപിടിക്കും. അറിവ് കിട്ടുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അറിവ് പർച്ചേസ് ചെയ്യാം, അറിവ് നേടിയെടുക്കാം. പക്ഷേ മനോഭാവം അങ്ങനെയല്ല. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മനോഭാവം തകർന്നാൽ സർവത്ര തകർന്നു. ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ചില സുഹൃത്തുക്കളുമായി നിന്ന് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, IAS കിട്ടുന്നവർ എന്ന് പറഞ്ഞാൽ എത്രയോ വിജയിച്ചവരാണ്. സിവിൽ സർവീസ് കിട്ടുന്നവർ എല്ലാവരും സന്തോഷമുള്ളവരാണ്. ഈ സിവിൽ സർവീസുകാരുടെ പലരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഡോക്ടർമാരുടെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ, സമ്പന്നരായ പല മനുഷ്യരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ, മിഡിൽ ക്ലാസ്സായ പല മനുഷ്യരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ തിളക്കമുണ്ട്, പ്രകാശമുണ്ട്, ഡിഗ്രിയുണ്ട്, വസ്ത്രമുണ്ട്. പക്ഷേ വീട്ടിൽ സമാധാനമില്ല, മനസ്സിൽ സ്വസ്ഥതയില്ല, ഉള്ളിലൊരു സമാധാനവുമില്ല. എന്താ കാര്യം? അത് മനോഭാവത്തിൻ്റേതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളിൽ നല്ല മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളാകുന്ന കുട്ടികളും സ്വയം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനോഭാവമാണ്. എനിക്ക് അസൂയയുണ്ടോ? എനിക്ക് ആർത്തിയുണ്ടോ? എനിക്ക് കുശുമ്പുണ്ടോ? എനിക്ക് പകയുണ്ടോ? എനിക്ക് വിദ്വേഷമുണ്ടോ? അത്തരം കാര്യങ്ങളെ നിങ്ങൾ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയണം. ആറ്റിറ്റ്യൂഡ് നന്നായില്ലെങ്കിൽ ഒരു വിജയവും ഒരു വിജയമല്ല. ആറ്റിറ്റ്യൂഡ് നന്നായില്ലെങ്കിൽ ഒരു നേട്ടവും ഒരു നേട്ടമല്ല. ആറ്റിറ്റ്യൂഡ് നന്നായില്ലെങ്കിൽ ഇതിലൊന്നും യാതൊരു കാര്യമില്ല. എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്? പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, നിങ്ങളോട് ഓർത്തിരിക്കേണ്ടത്, ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയല്ല, അനിൽ മുഹമ്മദിൻ്റെ പ്രസംഗം കേൾപ്പിച്ചല്ല, അല്ലെങ്കിൽ എനിക്ക് ശേഷം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രസംഗം കേട്ടതുകൊണ്ട് ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരില്ല. ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് 3 തരത്തിലാണ്. ഒന്ന്, അനുഭവം. അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ആ കുട്ടി ജീവിക്കുന്ന വളരുന്ന അന്തരീക്ഷത്തിലെ സാഹചര്യം, വീട്ടിലെ അനുഭവങ്ങൾ ആ കുട്ടിയുടെ മനോഭാവത്തെ നന്നായി ബാധിക്കും. ചില രക്ഷകർത്താക്കളുണ്ട്, എല്ലാവരുമായിട്ടും പിണക്കവാ, കൊച്ചാപ്പായുമായിട്ടും പിണക്കവാ, മൂത്താപ്പായുമായിട്ടും പിണക്കവാ, വടിക്കയിലെ കോഴിയായിട്ടും പിണക്കവാ, തെക്കയിലും പിണക്കവാ, എല്ലാം പിണക്കവാ. പുള്ളിയുടെ കൂട്ടൊരു മിടുക്കം പുള്ളി മാത്രമേ ഉള്ളൂ. നമുക്ക് 5 സഹോദരങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു ഉയർന്ന ആളാണ്. എനിക്ക് 4 സഹോദരിമാരോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനോ 5 സഹോദരിമാരോ ഉണ്ട്. അവർക്കാർക്കും വിദ്യാഭ്യാസമില്ല, അവർക്കൊക്കെ ചിലപ്പോൾ കടബാധ്യതയുണ്ട്. നമ്മുടെ കൂട്ടുള്ള ഒരു തിളക്കമോ ഡിഗ്രിയോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ ബന്ധുക്കളാണെന്ന് പറയുന്നത് പോലും നാണക്കേടായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളാരും അങ്ങനെയുള്ളവരല്ല. വേറെ ആളുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവരും കയ്യും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നാണ്ടാ തോന്നുന്നു, ഇതാ ആരെക്കുറിച്ചാണ് ഇവൻ ഈ പറയുന്നത്, ഞങ്ങൾ ആരാണ്ട് ഇങ്ങനെയുള്ളവരാണെന്നോ? നമ്മളെല്ലാം ഇങ്ങനെയുള്ളവരാ. നമ്മളിലെല്ലാം ഈ മനോഭാവമുണ്ട്. എന്നെ കഴിഞ്ഞുള്ളവരേ ഉള്ളൂ. കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ, രക്തബന്ധത്തിന് വില കൽപ്പിക്കാത്തവർ, വെറും നിസ്സാര കാര്യത്തിന് പിണങ്ങുന്നവർ, തലമുറകളോളം പിണങ്ങിയിരിക്കുന്നവർ. ഈ അന്തരീക്ഷം ഏത് മനോഭാവമുള്ള ഒരു കുട്ടിയെ ഉണ്ടാക്കും? നിങ്ങൾ പറയൂ. ഇന്ന് കുട്ടികളെ ആദ്യം പരിശീലിപ്പിക്കേണ്ടത് എന്താണെന്നറിയോ? എൻ്റെ അഭിപ്രായം, നീറ്റ് പരീക്ഷയ്ക്ക് പഠിപ്പിച്ചോ, നിങ്ങൾ വേറെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പഠിപ്പിച്ചോ, എത്ര ഉന്നതമായ കോഴ്സിന് ട്രെയിൻ ചെയ്തോ, നിങ്ങൾ സ്നേഹത്തിന് പരിശീലനം നൽകണം. സ്നേഹത്തിന്. ഇന്നില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഡിഗ്രി ഈ പറയുന്ന മാസ്റ്റർ ഡിഗ്രി ഓഫ് സ്നേഹമാണ്. വീടുകളിൽ നിങ്ങൾ വൈദ്യുതോർജ്ജമോ അല്ലാത്ത ഊർജ്ജമോ ഒക്കെ ഉണ്ടാക്കുമ്പോഴും വീട്ടിൽ സ്നേഹോർജ്ജമുണ്ടോ എന്ന് അന്വേഷിക്കണം. പരസ്പരം സ്നേഹമുള്ള, സാഹോദര്യ ബന്ധമുള്ള അത്തരം സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് സ്നേഹത്തിൻ്റെ മനോഭാവം ഉണ്ടാകുന്നത്.
നമ്മളൊരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ മുറിയിൽ ഒരു സുഗന്ധപൂരിതമായ മണം ഉണ്ടാകുന്നു. എൻ്റെ ശരീരത്തടിച്ച പെർഫ്യൂം ആയിരിക്കും, പക്ഷെ അത് നിങ്ങൾ മണക്കാൻ കാരണം ആ അന്തരീക്ഷത്തിൽ ആ സുഗന്ധമുള്ളത് കൊണ്ടാണ്. ഇന്ന് പല വീടുകളിലും അനാവശ്യമായ മത്സരം. നീ MBBS എഴുതണം. എന്തിനെഴുതണം? ആ ചേട്ടൻ്റെ മോക്ക് MBBS കിട്ടി, അതുകൊണ്ട് നീ MBBS എടുത്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ചേട്ടനേക്കാൾ ഒരു ഡിഗ്രി താഴ്ന്നതായി പോകും ഞാൻ. ഈ മത്സരവും ബഹളവും എല്ലാം കഴിഞ്ഞ് പള്ളിയത്ത് പോയി നോക്കുമ്പോഴോ എല്ലാവരും സമാധാനമായിട്ട് നിരപ്പേ കിടന്നുറങ്ങുന്നു. തങ്കയത്തിൽ കുഞ്ഞപ്പൻ, അവിടുത്തെ അന്തർമാ കുഞ്ഞ്, ഇതെല്ലാം സഹോദരന്മാരാണെന്ന് ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനോഭാവത്തിൽ ഒന്നാമത്തത് ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷകർത്താക്കളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമ്മായിയപ്പനെ അമ്മായിയമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളിൽ ആ സ്നേഹത്തിൻ്റെ അംശം ഉണ്ടാവും. നിങ്ങളൊരു വീട്ടിൽ മാത്സര്യത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നോ, ആ കുട്ടികളുടെ മനോഭാവം മാത്സര്യത്തിൻ്റെ മനോഭാവമായിരിക്കും. അതുകൊണ്ട് ഒന്നുണ്ടാകുന്നത് അനുഭവങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ, ആ കുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തേത് ഈ പറയുന്ന വായനയും ചിന്തയും കേൾക്കലും, അതിലൂടെയൊക്കെ മനോഭാവം ഉണ്ടാവാം. എൻ്റെ ജീവിതത്തിലെ മനോഭാവ വ്യതിയാനത്തെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ മുന്നിലിരിക്കുന്ന അഡ്വക്കേറ്റ് M. ഇബ്രാഹിം കുട്ടി, അദ്ദേഹം എന്നെക്കാൾ 10-15 വയസ്സിന് മൂത്ത ആളാണ്. അദ്ദേഹവും ഞാനും തമ്മിലുള്ള സ്നേഹത്തിന് ഏതാണ്ട് 30 വർഷത്തെ പഴക്കമുണ്ട്. എന്നെ ഇങ്ങനെ ആക്കിയെടുത്ത ഒരാൾ അദ്ദേഹമാണ്. ഞാൻ ആരെങ്കിലും ഒരാൾ എന്നെ എതിർത്താൽ അന്ന് വൈകുന്നേരം അവനെ കൈകാര്യം ചെയ്തിട്ടേ ഉറങ്ങത്തോളം എന്നുള്ള ഒരാളായിരുന്നു ഞാൻ. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ കൂടെ കൂടി ഞാൻ എൻ്റെ മനോഭാവത്തിൽ വരുത്തിയ മാറ്റം എന്താണെന്നറിയോ? എതിർക്കാൻ നടക്കുന്നവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കുക, നമ്മൾ നമ്മുടെ വഴിക്ക് സഞ്ചരിക്കുക. ഇതൊരു മനോഭാവ വ്യതിയാനമാണ്. ചിലരൊക്കെ വെറും നിസാര കാര്യത്തിന് വീട്ടിനകത്തൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. 5 സെൻറ്റ് വസ്തു. ഇപ്പം ഞങ്ങൾ രാവിലെ പറഞ്ഞിട്ട് വന്നത് 3 ആൺമക്കൾ, വാപ്പയും ഉമ്മയും മരിച്ചുപോയി. ഒരു ചെറിയ നിസാര വഴിയുടെ പ്രശ്നത്തിന് 3 പേരും തമ്മിൽ യുദ്ധം ചെയ്യുക. എന്നിട്ട് മരിച്ചു കഴിയുമ്പോഴോ കുളിപ്പിക്കാനെടുക്കുന്നു, പൊക്കുന്നു, താഴ്ത്തുന്നു. 3-ാം ഫാത്തിഹ വരുമ്പോഴത്തേക്ക് ഇറച്ചി വിളമ്പുന്നു. സഞ്ചയനം വരുമ്പം വലിയ ഇഡ്ഡലി കൊടുക്കുന്നു, ചുമന്ന പഴം കൊടുക്കുന്നു. എടാ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ പഴം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം, മരിച്ചു കഴിഞ്ഞ് നീളമുള്ള പഴം കൊടുക്കുന്നതിനേക്കാൾ. അപ്പം അതുകൊണ്ട് മനോഭാവത്തെക്കുറിച്ചുള്ള അന്വേഷണം വേണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഇമോഷണൽ പ്രോഗ്രസ് കാർഡിനെ കുറിച്ചുള്ള ചിന്ത വേണം. ഇമോഷണൽ കോഷ്യൻറ്റ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളായ നിങ്ങളും ആലോചിക്കണം, എൻ്റെ ഇമോഷണൽ കോഷ്യൻറ്റ് എത്രത്തോളമാണ്. ചില മക്കളുണ്ട്, ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പം നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുന്നു, നിങ്ങളിവിടെ വന്ന് ഒരുപാട് സ്റ്റാളുകൾ സന്ദർശിച്ചു, നിങ്ങളുടെ വീട്ടിലെ സ്ഥിതികളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ വിദ്യാഭ്യാസത്തിനോ ഏത് കാര്യത്തിനോ പോകുമ്പോഴും കാൽക്കുലേറ്റഡ് റിസ്കേ എടുക്കാവൂ, ബ്ലൈൻഡ് റിസ്ക് എടുക്കരുത്. കണക്ക് കൂട്ടിയുള്ള റിസ്കേ എടുക്കാവൂ, അന്ധമായ റിസ്ക് എടുക്കരുത്. പലരും കണ്ടുവരുന്നൊരു സ്ഥിതി എന്താ? വീട് മുഴുവൻ പണയത്തിലാക്കി എല്ലാം ആക്കിയിട്ട് നിങ്ങൾ ഓടി ഉടനെ UK പോവുകയാണ്. അവിടെ എന്തോ ആലിപ്പഴം കൊഴിയുന്നു എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ആലിപ്പഴം കൊഴിയുന്നില്ല. ഇവിടെ വീട്ടിൽ പലിശ കൂടിക്കൊണ്ടിരിക്കുന്നു. യാതൊരവസ്ഥയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിങ്ങൾ ഇമോഷണലി ബേസ്റ്റ് ഔട്ടായി നിങ്ങൾ വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് പോകുന്നു. തീരുമാനം എവിടെയാണ് തെറ്റിയത്? ആരെങ്കിലും ഒരാൾ ഉപദേശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്നതിനുള്ള മനോഭാവം നിങ്ങൾക്കില്ലാതെ പോകുന്നതുകൊണ്ട്. ഇന്നത്തെ കുട്ടികളോട് ആരാ പറയാൻ പറ്റുക? ഒന്നും പറയാൻ പറ്റില്ല. പല വീടുകളിലുള്ള പ്രശ്നമാണ്. സാധാരണ ഇപ്പോൾ ഈ കുട്ടികൾ വളർന്നു. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ വാപ്പയും ഉമ്മയും പോകുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് പുറവിന് നടക്കുമായിരുന്നു, എന്നെയും കൂടെ ഒന്ന് കല്യാണത്തിന് കൊണ്ടുപോകുമെന്ന് ചോദിച്ച്. ഇപ്പോഴത്തെ പിള്ളേരെ ഏതെങ്കിലും ബന്ധുവീട്ടിൽ വരുന്നോ എന്ന് ചോദിച്ചാൽ അവരെ കൊല്ലാൻ ചെല്ലുന്ന പോലെ, ആ നിങ്ങളങ്ങ് പോയച്ചാൽ മതി, ആ ഞാനങ്ങും വരുന്നില്ല, ആ ഞാനിവിടെ ഇരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത് മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി 3-ാമത്തെ പോയിന്റ്, എവിടെയാ സമയം കാണിക്കുന്നു പറഞ്ഞാൽ തീർന്നോ? 30 മിനിറ്റായി. 3-ാമത്തെ ഒറ്റ പോയിന്റും കൂടി 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. റിലേഷൻഷിപ്പ്, ബന്ധം. അത് പേരൻറ്റിങ്ങിൽ അധ്യാപകരും മീൻസ് ഓരോ ഫാമിലിയിലും ഈ കുട്ടികളും രക്ഷകർത്താവും തമ്മിലുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ബന്ധത്തിൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കുട്ടികളെ മ്യൂസിയം പീസ് പോലെ വല്ലാത്ത നിരീക്ഷണ വസ്തുക്കളാക്കി മാറ്റരുത് രക്ഷകർത്താക്കൾ. നേരം വെളുത്ത ഉടനെ പിള്ളേരുടെ പുറയിൽ, ആ നീ എന്തുവാടി ചെയ്യുന്നത്, അതെന്തുവാടി ചെയ്യുന്നത്, അതെന്തുവാടി നോക്കുന്നത്, മറ്റേ എന്തുവാ ചെയ്യുന്നത്, അങ്ങോട്ട് തിരിയാനൊക്കത്തില്ല, ഇങ്ങോട്ട് തിരിയാനൊക്കത്തില്ല, മ്യൂസിയത്തിൽ വെച്ചേക്കുന്ന ഒരു സാധനം പോലെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ
അവരുടെ മേലെടുക്കുന്ന തരത്തിലുള്ള ഒരു വല്ലാത്ത ഫോക്കസ് നിങ്ങൾ കുട്ടികളുടെ മേൽ ഉണ്ടാക്കുന്നതായിട്ട് തോന്നരുത്. ശ്രദ്ധ ഉണ്ടാവുകയും വേണം. കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ഫോക്കസ് ഉണ്ടാകത്തക്ക നിലയിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യരുത്. ഇപ്പോൾ വീട്ടിലേക്ക് വരുന്ന മോളോട് വാപ്പ ചോദിക്കുക, എന്താടി നീ വൈകിയത്? അത് എൻ്റെ ഉണ്ണിക്കുട്ടൻ വന്നപ്പം താമസിച്ചു. പെട്ടെന്ന് അയാൾക്ക് ഹൃദ്രോഗം വന്നു പോകും. പിന്നാണ് അവൾ പറയുന്നത് എൻ്റെ ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്നത് ബസ്സിൻ്റെ പേരാണ്. എൻ്റെ ഉണ്ണിക്കുട്ടൻ വന്നപ്പം താമസിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ നെഞ്ചുവേന വരും. ആരാടി ഈ ഉണ്ണിക്കുട്ടൻ? പിന്നെ പ്രേമിച്ചാൽ മാത്രം പോരാ, സ്വന്തം ജാതി വിട്ടാ പ്രേമിക്കുന്നതെങ്കിൽ എന്നെപ്പോലുള്ള യൂട്യൂബർമാർക്ക് കിടക്കാനും ഒക്കത്തില്ല, ജിഹാദായി മാറും. വല്ലാത്ത ദുരിതം പിടിച്ച കാലത്താണ്. അപ്പോൾ അതുകൊണ്ട് രക്ഷകർത്താക്കളോട് പറയുന്നത്, ഒന്ന്, ഈ വല്ലാത്ത ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു രക്ഷകർത്താവായി മാറരുത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നെഗറ്റീവ് പേരൻറ്റിങ് പാടില്ല. എല്ലാത്തിനും ഏതിനും നെഗറ്റീവായി പെരുമാറാൻ പാടില്ല. അവരുടെ പ്രൈവസികൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം. ആ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആ പ്രൈവസി റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. പണ്ടത്തെ പോലെ വീട്ടിൽ വന്ന് കറങ്ങി ഗേറ്റിൻ്റെ അവിടെ നിന്ന് കല്യാണത്തിന് പോകുമ്പോൾ അവിടെ നിന്ന് എത്തി നോക്കി ഇങ്ങനൊന്നും വേണ്ട. ഇപ്പം മൊബൈലിലേക്ക് അങ്ങ് മെസ്സേജ് അയക്കുക. എല്ലാ ആളുകളും ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് ഇബ്രാഹിംകുട്ടി വക്കീൽ പറയായിരുന്നു, പുള്ളിയുടെ പഞ്ചായത്തിൽ 4 രാജ്യക്കാരുണ്ട് പ്രേമിച്ചവർ. എത്യോപ്യ, യൂഗോസ്ലാവിയ, ഉഗാണ്ട, പിന്നെ എവിടെ വേറെ ഏതാണ്ട് ആഫ്രിക്ക. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 കൾച്ചറിൽ നിന്ന് 2 സമൂഹത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയുടെ ആ പ്രോസസ്സാണ് പറയുന്നത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പ്രൈവസികളെ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. ആ പ്രൈവസികളിൽ നമ്മൾ ഒരു കുട്ടികൾക്കും ഇഷ്ടമല്ല വല്ലാതെ പ്രൈവസിയിൽ എൻ്റർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആ പ്രൈവസിയെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ ബാധ്യതയാണ്, ചുമതലയാണ് അതിലിടപെടേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്, ഒരു സൊല്യൂഷനാണ്, ഒരു ഉത്തരവും മാർഗവുമൊക്കെയാണ്. നല്ല സ്നേഹബന്ധവും നല്ല സൗഹൃദവുമുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ ഒരിക്കലും വഴിപിഴച്ചോ വഴികേടിലേക്കോ പോകില്ലെന്നാണ് മനഃശാസ്ത്രവും ബിഹേവിയറൽ സയൻസും ഒക്കെ അടക്കമുള്ള എല്ലാ ശാസ്ത്രശാഖകളും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റെസ്പോൺസിബിൾ പേരൻറ്റിങ്ങിൽ അതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളവരായി തീരുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരൊറ്റ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ നിന്ന് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് ബഹുമാന്യനായ രാഷ്ട്രീയ നേതാവും നമ്മുടെ കുണ്ടറയിലെ MLA ഒക്കെയായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ വിഷ്ണുനാഥ് അടക്കമുള്ളവർ വന്നതുകൊണ്ട്. മണിശങ്കർ അയ്യരെ അറിയാവുന്നവരൊന്ന് കൈപൊക്കിയേ. മണിശങ്കർ അയ്യർ. കുട്ടികളിൽ ലാലു പ്രസാദ് യാദവിനെ അറിയാവുന്നവരൊന്ന് കൈപൊക്കിയേ. 2 ദേശീയ നേതാക്കളാണ്. ഒന്ന് മണിശങ്കർ അയ്യർ, ഒന്ന് ലാലു പ്രസാദ് യാദവ്. മണിശങ്കർ അയ്യർ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു, പെട്രോളിയം മന്ത്രിയാണ്. അദ്ദേഹം ദീർഘകാലം മന്ത്രിയായും പുസ്തകമെഴുത്തും ചിന്തകളുമൊക്കെയായ ഒരു വലിയ എലൈറ്റ് ക്ലാസ്സിൽപ്പെടുന്ന ഒരാളായി അങ്ങനെ ജീവിച്ചു പോരുന്ന, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. രണ്ടാമത്തേത് ലാലു പ്രസാദ് യാദവാണ്. ലാലു പ്രസാദ് യാദവ് ഒരു അഴിമതി കേസുമൊക്കെയായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിഷ്ണുദാസ് സാറിൻ്റെ പാർട്ടിയും കൂടി മനസ്സ് വെച്ചതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ അകത്ത് പോയത്. ഏതായാലും അദ്ദേഹം ഈ പറയുന്ന ബീഹാറിലെ മുഖ്യമന്ത്രിയായും ഒക്കെ വന്നിട്ടുള്ള ആളാണ്. ഇവർ തമ്മിലുള്ള ഒരു താരതമ്യത്തിന് ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്കിടയിൽ അതിനൊരു പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മണിശങ്കർ അയ്യർ പഠിച്ചത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ്. ഡൽഹിയിലെ ഏറ്റവും പ്രമുഖമായ കോളേജാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്. ആ കോളേജിൽ പഠിച്ച ശേഷം അദ്ദേഹം ഡൂൺ സ്കൂൾ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ വളരെ അനായാസേന കൈകാര്യം ചെയ്യാനറിയാം. വളരെ മിടുക്കനായ ആളാണ്, എല്ലാം ആളാണ്. ഈ സമയത്ത് തന്നെ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ബീഹാറിലാണ്. അദ്ദേഹം അവിടുത്തെ ഒരു നാടൻ സ്കൂളിൽ പഠിച്ചു. അവിടെ നിന്ന് അദ്ദേഹം MA വിദ്യാഭ്യാസം വരെ നേടി. ഈ മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന അദ്ദേഹം ഉയർന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ആൾ അവിടെ പശുക്കളെ തീറ്റുകയും പശുക്കളെ വളർത്തുകയും അച്ഛനെ സഹായിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇവർ 2 പേരും ഒരുപോലെ രാഷ്ട്രീയത്തിൽ വന്നു. 2 പേരും ഒരേ സർക്കാരിൽ മന്ത്രിയായി. ആ മന്ത്രിയായ സമയത്ത് ഡൽഹിയിൽ ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബുണ്ട്, ഇന്ത്യ ഇൻ്റർനാഷണൽ ക്ലബ്ബ് എന്നാണ് ആ ക്ലബിൻ്റെ പേര്. ആ ക്ലബ്ബിൽ എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കില്ല. അവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്
വളരെ നല്ല ഇംഗ്ലീഷ് ഭാഷയും കൾച്ചറും ഉള്ളവർക്കേ കൊടുക്കുകയുള്ളൂ. അവിടെ നമ്മുടെ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചു. കരൺ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു വലിയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യ ഇൻ്റർനാഷണൽ ക്ലബ്ബുകാരത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ലാലു പ്രസാദ് യാദവിന് കൾച്ചറില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ഇതിൻ്റെ ആളാക്കാൻ പറ്റൂല. അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് തള്ളിക്കളഞ്ഞു. ലാലു പ്രസാദ് യാദവ് പ്രത്യേകിച്ച് പുസ്തകമൊന്നും എഴുതിയിട്ടില്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ വശമില്ല. എന്നാൽ ഈ മണിശങ്കർ അയ്യർ അവിടുത്തെ സ്ഥിരം മെമ്പറാണ്, ഇന്ത്യ ഇൻ്റർനാഷണൽ ക്ലബ്ബിലെ ഉയർന്ന ആളാണ്, എല്ലാ ചർച്ചകൾക്കും വരുന്ന ആളാണ്, എല്ലാവരുമാണ്. രണ്ടുപേരും മന്ത്രിയായി. ലാലു പ്രസാദ് യാദവാണ് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ റെയിൽവേ മന്ത്രിമാരിൽ ഒരാളായി ഇന്ത്യൻ റെയിൽവേയെ ലാഭത്തിലാക്കുകയും ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്തത്. പണ്ട് അയോധ്യയിലേക്ക് അദ്വാനി രഥയാത്ര നടത്തിയപ്പോൾ, അതിൻ്റെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, അതിൽ അറസ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ എന്ന് എല്ലാവരും ശങ്കിച്ച് നിന്നപ്പോൾ ലാലു പ്രസാദ് യാദവ് എന്ന ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത്. അദ്ദേഹം ബീഹാറിൽ ഒരു വലിയ സോഷ്യലിസ്റ്റ് മതേതരത്വ നിരയെ വലിയൊരു പ്രതിരോധം സൃഷ്ടിച്ച് ഇന്നും ഇന്ത്യയിലെ ഇലക്ഷൻ നടക്കുമ്പോൾ ബീഹാർ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ഇംഗ്ലീഷ് അറിയാത്ത, ഈ പറയുന്ന സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത ഇന്ത്യ ഇൻ്റർനാഷണൽ കൾച്ചറൽ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് നിഷേധിച്ച ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന മനുഷ്യനാണ്. എന്നാൽ മണിശങ്കർ അയ്യർ പറയുന്നത് മുഴുവൻ വിവാദങ്ങളായി, വലിയ പ്രശ്നങ്ങളായി, എന്ത് പറയണമെന്നുള്ള ആ ലോജിക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അദ്ദേഹമാണ്. രണ്ടുപേരും ഒരേ പ്രായമാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, മണ്ണിൽ നിന്ന്, മനുഷ്യാനുഭവങ്ങളുടെ നടുവിൽ നിന്ന് മനുഷ്യരോടൊപ്പം ജീവിച്ച് അവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കരുത്തോടെ മുകളിലേക്ക് വരികയാണെങ്കിൽ ആ കരുത്തിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതിനു പകരം ഈ മണ്ണിൻ്റെ ബന്ധവും നാടിൻ്റെ ബന്ധവും ചുറ്റുപാടുകളുടെ ബന്ധവും അയൽപ്പക്കക്കാരുടെ ബന്ധവും ബന്ധുക്കളുടെ ബന്ധങ്ങളും അത്തരം സംഗതികളൊക്കെ മുറിച്ച് ഏതോ സ്വപ്നലോകത്തിൻ്റെ തുരുത്തിൽ ഞാൻ ഡോക്ടറായി, ഞാൻ എഞ്ചിനീയറായി, ഞാൻ സിവിൽ സർവീസായി, ഞാൻ അൾജീരിയയിലാണ്, ഞാൻ അർമേനിയയിലാണെന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന രക്ഷകർത്താക്കളോടും മക്കളോടുമൊക്കെ പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ സംഗതിയാണ്, അക്ഷരവായനയോടൊപ്പം അനുഭവ വായന, മനുഷ്യരെ പഠിക്കാൻ, മനുഷ്യരെ കാണാൻ, മനുഷ്യരെ തിരിച്ചറിയാൻ, മനുഷ്യരായി ജനിച്ചെങ്കിൽ മനുഷ്യാനുഭവങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങാൻ, ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ. ജനിക്കുന്നതും മരിക്കുന്നതും യഥാർത്ഥത്തിൽ ബന്ധങ്ങളുടെ നടുവിലാണ്. ആദ്യം പ്രസവിക്കുമ്പോൾ എല്ലാവരോടും വന്ന് ഉമ്മ വെക്കുന്നു, കുറേ സംഗതികളൊക്കെ വാങ്ങിത്തരുന്നു. മരിക്കുമ്പോൾ അതുപോലെ തന്നെ കുളിപ്പിച്ചൊന്നെങ്കിൽ പള്ളിക്കാട്ടിലേക്ക് അല്ലെങ്കിൽ ചിതയിലേക്ക് കൊണ്ടുവെക്കുന്നു. അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നല്ല മക്കളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.